ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഒണിയൻ ഗീ പൊറോട്ടയുടെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ടയാണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ഗ്ലാസ് മൈദയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് അളവിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ മൈദക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ ഇത് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടിയിൽ ചെയ്യുന്നേക്കാളും ടേസ്റ്റ് മൈദയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ മൈദ കഴിക്കാത്തവർക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ പച്ചവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ മുട്ടയോ പാലോ ഒന്നും ചേർക്കണില്ല കേട്ടോ. ഓയിൽ പോലും നമ്മൾ ഈ ഒരു കുഴച്ചെടുക്കുന്ന സമയത്ത് ചേർക്കണില്ല. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് വേണം പൊറോട്ടക്കുള്ള മാവ് എപ്പോഴും കുഴക്കാനായിട്ട്. എന്നാലേ നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ചിട്ട് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിലൊന്ന് ഉരുളകളാക്കി എടുക്കുക. ഒരുപാട് വലുപ്പം വേണ്ട. അപ്പോൾ ഞാനിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് വേണം. ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഞാനിവിടെ ഒന്ന് ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ടായിട്ടുള്ളതൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലാണ്ട് ഓയിൽ ചെയ്യരുത് കേട്ടോ. അപ്പോൾ നെയ്യിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നെയ്യ് തന്നെ എടുക്കുക. ഇനി എല്ലാ ഉരുളകളും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഞാനൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചിട്ടുള്ള നെയ്യിലൊന്ന് കൈയൊന്ന് മുക്കിയെടുത്തിട്ട് ഇതുപോലെ മാവിലൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 2 ഭാഗം ഇതുപോലെ തന്നെ ചെയ്തിട്ട് നമ്മൾ മാവ് കുറച്ച് സമയം മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് മാവ് റെഡിയായി കിട്ടും. ഇങ്ങനെ നിങ്ങൾ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ നെയ്യല്ലാണ്ട് ഓയിലും ഇതുപോലെ തന്നെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു ടിപ്പാണ്. നിങ്ങൾ സാധാരണ വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഓയിലിൽ മുക്കി വെക്കുന്ന ഒരു പൊറോട്ടയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഇത് അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അരമണിക്കൂറിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. വളരെ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നിങ്ങളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സവാള ഒന്ന് ഉപ്പിട്ടിട്ട് നെയ്യിൽ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നെയ്യ് വേണ്ടെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓയിലിൽ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നെയ്യിലാകുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു നല്ലൊരു ടേസ്റ്റ്, നമ്മൾ ഒണിയൻ ഗീ പൊറോട്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നെയ്യ് പൊറോട്ടയാണ്. അപ്പോൾ ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു അടപ്പ് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ മാവ് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് പരത്തിയിട്ടൊന്ന് വലിച്ചെടുത്താൽ മതി. മാവ് നല്ല സോഫ്റ്റ് ആയത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും. നമുക്ക് ചപ്പാത്തി കോയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് മാവ് നല്ല പോലെ തന്നെ ആയി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയുടെ ആ ഒരു കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഒരുപാട് ഫില്ലിങ് വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ ആ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഉള്ളി ഒന്ന് വെച്ചിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഇനി നമ്മൾ സാധാരണ പൊറോട്ട ഒന്ന് ചുരുട്ടിയെടുക്കുന്ന പോലെ തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് ചുരുട്ടി വെക്കുക. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാം ചുരുട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ കൈവെള്ളം വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറച്ചിട്ട് പരത്തണ്ട. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ ആ ഒരു ഫില്ലിംഗ് ഒക്കെ പൊട്ടിയിട്ട് പുറത്ത് പോവും. അപ്പോൾ ഇത്രയും ഒരു കട്ടിയിൽ നമുക്കൊന്ന് പരത്തി വെക്കാം. ഇനി സാധാരണ നമ്മൾ ഒരു തവയോ പാനോ എന്തെങ്കിലും ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ട് അതിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. സാധാരണ ദോശക്കല്ലായാലും കുഴപ്പമില്ല, എന്തിൽ വേണമെങ്കിലും നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് ചൂടോടുകൂടി ചുട്ടെടുക്കരുത് കേട്ടോ. ഒരു മീഡിയം തീയിലിട്ടിട്ട് നമുക്കിത് നല്ല പോലെ 2 ഭാഗം ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ചുട്ടെടുത്താൽ മതി. പിന്നെ നിങ്ങൾ എക്സ്ട്രാ പിന്നെ നെയ്യൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു നെയ്യിൽ തന്നെ കുറച്ച് ബാക്കി ഉണ്ടാവും. അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചുട്ടെടുക്കുന്ന സമയത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനൊക്കെ അതന്നെ ബാക്കി ഉണ്ടാവും. ഈ ഒരു അളവിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 ഭാഗവും നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. ചായയുടെ കൂടെ നല്ല ടേസ്റ്റ് ആട്ടോ. കറിയുടെ ഒന്നും ആവശ്യമില്ല.
അതുപോലെ നമ്മുടെ ഉള്ളിയിൽ മസാലയൊക്കെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുക. നല്ല നെയ്യിൻ്റെ ടേസ്റ്റുള്ള നല്ലൊരു പൊറോട്ടയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.